ഹലോ ഗൈസ്, അതായത് ഈ ഇരിക്കുന്ന ആസനം ഏതാണെന്ന് പറയാമോ? വൈകുന്നേരത്തിന്റെ ഏതോ ഒരു യാമത്ത് ചെന്ന് നോക്കിയപ്പോഴുണ്ട് ഇങ്ങനെ സ്വാഹാന്ന് കിടക്കുക. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ജ എന്ന അക്ഷരവുമായിട്ട് ഇവന്റെ ഈ ഘടനയ്ക്ക് ഒരു സാമ്യമുണ്ട്. കണ്ടോ, കാലൊക്കെ നീട്ടി വെച്ചേക്കുന്നത്. എനിവേ, ഈ പ്രതിഭാസത്തിന് ഉത്തരം കണ്ടെത്തുന്നവർക്ക് ഒരു പെട്ടി പൂച്ച തരാം. പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. അല്ല, ഈ കാർഡ്ബോർഡ് പെട്ടി കാണുമ്പോൾ തന്നെ പൂച്ചയ്ക്ക് ഇത്ര ഒരു മിരിമിരിപ്പ്. ഒരു പെട്ടി ഒരിടത്ത് ഇടത്തല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പെട്ടി നോക്കി ഇതിന്റെ അകത്ത് എല്ലാം മാറ്റി പറിച്ച് വെച്ചേക്കുന്നവന്മാരാ. ഇതെപ്പോ എടുത്ത് ചുമ്മാ നിലത്തോട്ടിട്ടാൽ മതി, ഓടി വന്ന് ചാടി കയറും എല്ലാം വരും. ഞാൻ ചുമ്മാ കാര്യപരമായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഈ പൂച്ചക്കുട്ടന്മാർക്ക് ഈ പെട്ടിയോട് ഇത്രയ്ക്കൊരു അട്രാക്ഷൻ? അത് ഇവിടുത്തെ പൂച്ച എന്നല്ല, ലോകത്തുള്ള ഏത് പൂച്ചയ്ക്ക് മുന്നിൽ പെട്ടിയിട്ട് കൊടുത്താലും അതിനകത്ത് കയറും കേട്ടോ. രണ്ടു മൂന്ന് കാരണങ്ങളുണ്ടെന്നാ പറയുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുമ്പോൾ, ഒരു പെട്ടിക്കകത്തിരിക്കുമ്പോൾ ചെറിയ സ്പേസിൽ ഇരിക്കുമ്പോൾ അവന്മാർക്ക് ഒരു സേഫ്റ്റിയും കംഫർട്ടും ഒക്കെ തോന്നുന്നു. പോരാത്തന്നെ ഈ കാർഡ്ബോർഡ് പെട്ടിയെ തൊടുമ്പോൾ ഉള്ള ഒരു സെൻസേഷൻ, അതിന്റെ സൗണ്ട്, അതിന്റെ സോഫ്റ്റ്നെസ്, അതൊക്കെ അവരെ അങ്ങ് കംഫർട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ കാർഡ്ബോർഡ് പെട്ടിയിൽ ഒരു സ്മെല്ലുണ്ട്. ആ പേപ്പറിൻ്റെതായിട്ട് വരുന്ന സ്മെല്ലില്ലേ, അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇവരുടെ സ്മെല്ല് പെട്ടെന്ന് അങ്ങോട്ട് ഉരച്ച് തേപ്പിച്ച് വെച്ച് അതൊരു ടെറിട്ടറി ആയിട്ട് മാർക്ക് ചെയ്യാൻ ഇവന്മാർക്ക് പെട്ടെന്നൊരു ധൃതി, ജ്വരം തോന്നും അത്ര. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ടെമ്പറേച്ചർ. പുറത്തെ ടെമ്പറേച്ചറുമായിട്ട് ഇവന്മാരുടെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ കാർഡ്ബോർഡ് പെട്ടിക്കുള്ളിൽ പെട്ടെന്ന് സാധിക്കുന്നുണ്ട് അത്രേ. പിന്നെ ഓഫ് കോഴ്സ് ക്യാറ്റുകൾക്ക് പൊതുവേ ഉള്ള ക്യൂരിയോസിറ്റി. ഇവന്മാർക്ക് ഇച്ചിരി ജിജ്ഞാസയും ഉത്കണ്ഠയൊക്കെ കൂടുതലല്ലേ. അതുകൊണ്ട് ഇവരുടെ തല കടക്കുന്ന എന്തൊരു സാധനം കണ്ടാലും അതിനെ തലയിട്ട് നോക്കിയിട്ട് ആശാന്മാർ പോകത്തുള്ളൂ. അതൊക്കെയാണ് പൊതുവെ ഇതിനെക്കുറിച്ചുള്ള തത്വങ്ങൾ. പൂച്ചപ്രേമി അസോസിയേഷനിൽ പെടുന്ന കുറച്ച് മെമ്പേഴ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ അറിവിലേക്കായി ചുമ്മാ ചാറ്റ് GPT നിന്ന് വർക്കെടുത്ത കുറച്ച് ഏടുകളാണ് ഞാൻ നിരത്തിയത്. വീണ്ടും കാണാം. ഇതിനിടയ്ക്ക് ഈ തല്ല് കൂടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല കേട്ടോ. കാണാം, വീണ്ടും കാണാം. ടാറ്റാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് എടുത്തോണ്ട് വാ, എടുത്തോണ്ട് വാ, അങ്ങോട്ട് എടുത്തോണ്ട് വാ, അങ്ങ് എടുത്തോണ്ട് വാ, എടുത്തോണ്ട് വാടാ. എടുത്തോണ്ടോ, എടുത്തോണ്ടോ. നിങ്ങളല്ലാതെ ആരെങ്കിലും ഇത് നോക്കിയിരിക്കുവോ? അമ്മാരും എടുക്കൂല.